കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വഞ്ചിച്ചു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി. കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവില്ല. കേന്ദ്ര സർക്കാർ പരസ്യമായിട്ട് തന്നെ പാർലമെൻറ്റിൽ അത് പറയുന്ന തരത്തിലേക്ക് മാറി. അതിശക്തമായ പ്രതിഷേധമാണ്. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലാപുരം പ്രദേശത്തിലെ ഡിവിഷനെ മൈസൂരിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനം റെയിൽവേ മന്ത്രിയോട് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം റെയിൽവേ മന്ത്രി പറയുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ പരിഹസിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നുള്ളതാണ്. മംഗലാപുരം വരുന്ന മുഴുവൻ പ്രദേശവും മൈസൂരു ഡിവിഷൻ്റെ ഭാഗമാക്കി തീർക്കുകയാണ്. ഇതിലൂടെ എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കൂടുതൽ പാലക്കാട് ഡിവിഷനിൽ വരുമാനം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മംഗലാപുരം മേഖല. അതിനെ മൈസൂരു ഡിവിഷനോട് ചേർക്കുന്നതോടുകൂടി പാലക്കാട് ഡിവിഷൻ വരുമാനമില്ലാത്തൊരു ഡിവിഷനായി മാറുകയും കേരളത്തിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. എനിക്കിപ്പം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ജയദേവൻ ഉൾപ്പെടെയുള്ളവരാണുള്ളത്. ഡിവൈഎഫ്ഐയും സമരത്തിലേക്ക് തന്നെയാണ്, പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്. ഇവിടെ പ്രതിഷേധിക്കാതിരിക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ കേരളത്തെ അർദ്ധരാത്രിയിൽ കേന്ദ്രം ചതിച്ചിരിക്കുകയാണ്. മലയാളികളെ ആകെ തന്നെ റെയിൽവേയുടെ പേരിൽ വഞ്ചിക്കുന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത മുഴുവൻ ജനതയും ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പാലക്കാട് ഡിവിഷനിലെ ഒരു ഭാഗത്തെ അടർത്തി മാറ്റുകയാണ്. മംഗലാപുരം വരുന്ന മുഴുവൻ പ്രദേശവും മൈസൂരു ഡിവിഷൻ്റെ ഭാഗമാക്കി തീർക്കുകയാണ്. ഇതിലൂടെ എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും കൂടുതൽ പാലക്കാട് ഡിവിഷനിൽ വരുമാനം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് മംഗലാപുരം മേഖല. അതിനെ മൈസൂരു ഡിവിഷനോട് ചേർക്കുന്നതോടുകൂടി പാലക്കാട് ഡിവിഷൻ വരുമാനമില്ലാത്തൊരു ഡിവിഷനായി മാറുകയും കേരളത്തിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ നമ്മുടെ മുന്നിലൊരു അനുഭവമുണ്ട്. പാലക്കാട് ഡിവിഷനിൽ നിന്നാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. അന്ന് നമുക്ക് വലിയ വരുമാന നഷ്ടമുണ്ടായി. ജനകീയ പ്രതിഷേധം അവിടെ ഉയർന്നു വന്നു. അന്ന് ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ചെയ്തത് നമ്മുടെ മുന്നിൽ ഒരു വാഗ്ദാനം നൽകി. കോച്ച് ഫാക്ടറി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ യാഥാർത്ഥ്യമാക്കി തരും എന്നുള്ളതായിരുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. കേന്ദ്ര സർക്കാരിനെ വിശ്വസിക്കുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ വീണ്ടും വഞ്ചിച്ചു. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി. കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവില്ല. കേന്ദ്ര സർക്കാർ പരസ്യമായിട്ട് തന്നെ പാർലമെൻറ്റിൽ അത് പറയുന്ന തരത്തിലേക്ക് മാറി. അപ്പോൾ അന്ന് സേലം ഡിവിഷൻ രൂപീകരിക്കുമ്പോൾ ആ ജനകീയ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ എങ്ങനെയാണോ കോച്ച് ഫാക്ടറി മുന്നിലേക്ക് ഇട്ടത്, അതുപോലെയാണ് ഇപ്പോഴും പാലക്കാട് ഡിവിഷനെ തകർക്കാനുള്ള വലിയ ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ഡിവൈഎഫ്ഐ നീങ്ങുന്നത്? അതിശക്തമായ പ്രതിഷേധമാണ്. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗലാപുരം പ്രദേശത്തിലെ ഡിവിഷനെ മൈസൂരിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനം റെയിൽവേ മന്ത്രിയോട് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം റെയിൽവേ മന്ത്രി പറയുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ പരിഹസിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം എന്നുള്ളതാണ്. അടിയന്തര ഘട്ടത്തിൽ ഉയർന്നു വരേണ്ട ഒരു പ്രതിഷേധമായതുകൊണ്ട് തന്നെ നാളെ രാവിലെ 9 മണി മുതൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ ഉപരോധിക്കുക എന്നുള്ള സമരമാർഗമാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. മുഴുവൻ യുവജനങ്ങളും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിലേക്ക് എത്തും. ഓഫീസ് തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ സമരം നമ്മളവിടെ തീർക്കുക തന്നെ ചെയ്യും. പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് മുന്നിൽ പാലക്കാടിലെ ജനതയുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഈ പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടത്തും. അതിൻ്റെ ആദ്യഘട്ടമായി ഡിവിഷൻ ഓഫീസസ്, പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് പൂർണ്ണമായും നാളെ ഉപരോധിക്കും. രാവിലെ 9 മണിയോടുകൂടി തന്നെ പരമാവധി യുവജനങ്ങളെ ഡിവിഷൻ ഓഫീസ് പരിസരത്തേക്ക് എത്തി ഡിവിഷൻ ഓഫീസ് പൂർണ്ണമായും ഉപരോധിക്കുമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.